മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും. സനിസ ശോഭാചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. സനിസ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇപ്പോൾ തുടരുന്ന മഴ എങ്ങനെയാണ്? വരും മുന്നറിയിപ്പുകൾ, പുതിയ അപ്ഡേറ്റ് എപ്പോഴായിരിക്കും കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? നിലവിൽ സംസ്ഥാനത്ത് അതിശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടാണ്. ഈ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ കാണപ്പെട്ട ന്യൂനമർദ്ദം ഇപ്പോൾ വടക്ക് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡിന് മുകളിലായി കാണപ്പെടുന്നു. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ കനത്തിരിക്കുന്നത്. ഇത് ജാർഖണ്ഡിനും അതുപോലെ തന്നെ മധ്യപ്രദേശിലൂടെ സഞ്ചരിച്ച് തീവ്രത കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷമായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാകുക. ഇത്തരത്തിൽ അതിശക്തമായ ഒരു മഴ ഉണ്ടാവില്ല. ഈ ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറയുകയും ഭേദപ്പെട്ട ഒരു അന്തരീക്ഷം സംസ്ഥാനത്ത് ഉണ്ടാകും. ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ട് വളരെ കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രവണതയാണ്. ഇത് സംസ്ഥാനത്ത് ആകമാനം മഴക്കെടുതി വ്യാപകമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലിനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നദികളിലും ഡാമുകളിലും അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. 8 ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാടൊക്കെ ഡാമുകളിൽ ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. അതുപോലെ തന്നെ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലാവസ്ഥ അന്തരീക്ഷമാണ് കേരളത്തിനുള്ളത്. ഈ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മലയോര മേഖലകളിലും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണം. അപകടകരമായ സാഹചര്യങ്ങളിലാണെങ്കിൽ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. സൈഫുദ്ദീൻ.